ഈ ഒറ്റ മൈൻഡ് എന്ന് കേട്ടിക്കണോ? ഞാനിത് കൂടുതലും കേട്ടത് എൻ്റെ ഫ്രണ്ട്സുകളുടെ അടുത്ത് നിന്നാട്ടോ. കോളേജിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സുകൾ ഒറ്റ മൈൻഡിൽ ചായ കുടിക്കാൻ പോരുണ്ടോ, ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് പോരുണ്ടോ ഇങ്ങോട്ട് പോരുണ്ടോ എന്ന് ചോദിച്ച് വരും. അങ്ങനെ ഒരു ഒറ്റ മൈൻഡിൻ്റെ പുറത്താട്ടോ ഞങ്ങളിവിടെ എത്തിയത്. ഒന്നുമില്ല, നൈറ്റ് ഫുഡൊക്കെ കഴിച്ചു കിടക്കാൻ നേരത്താട്ടോ ഈ ഒരു മൈൻഡ് വന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാലോ എന്ന്. അപ്പം ഞങ്ങളിതാ പുറത്ത് പോകുന്നു. ഞങ്ങളിതാ അവിടെ എത്തിയപ്പോൾ ഇതാ പൂച്ച സാറ് മാത്രമേ ഉള്ളൂ, ഇനി വേറൊരു മനുഷ്യൻ്റെ കുഞ്ഞില്ലായിരുന്നു കേട്ടോ. കാരണം എന്താ, നല്ല ലേറ്റ് ആയിക്കണേ. ഒറ്റ മൈൻഡ് അങ്ങനെയാണല്ലോ, സമയവും കാലമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങളിതാ പൂച്ച സാറിന് തലോടി വിട്ടു. എനിവേ, വെൽക്കം ബാക്ക് മൈ ബ്ലോഗ്. ഞങ്ങളിതാ അവിടെ വന്നിരിക്കുന്നത് ഹയാത്ത് റീജൻസിയിലാണ്. ഇത് ഞങ്ങൾ അടുത്ത് തന്നെയാണ്, പക്ഷേ ഇതുവരെയായിട്ടും ഇതിൻ്റെ പരിസരത്ത് കൂടി ഞങ്ങൾ എത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളിതാ അവിടെ വന്നപ്പോൾ ഫസ്റ്റ് കണ്ട കാഴ്ച കേട്ടോ, ഇത് ഐസ് സ്കേറ്റിംഗ് ഏരിയ ആണ്. പക്ഷെ ഇവിടെ സ്കേറ്റിംഗ് ഒന്നും നടക്കണില്ലായിരുന്നു. മേ ബി ഇവിടെ ഞങ്ങളിവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ടാവും. ഇവിടെ ഇതാ ഐസ് ഇട്ട് മേലെ ഇതിങ്ങനെ ലെവലാക്കണ മെഷീൻ ഇതിൽ കൂടെ ഇങ്ങനെ ഓടുണ്ടായിരുന്നു. അത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ നിൽക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ആ ഐസിൻ്റെ തണുപ്പും എസിൻ്റെ തണുപ്പും ഒക്കെ നമ്മളെ മേലിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇതായി ഒരു മാളിങ്ങനെ കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. ഇത് ജസ്റ്റ് ചെറിയൊരു മാളാണ് കേട്ടോ. ഈ ഹോട്ടലിൻ്റെ ഉള്ളിലുള്ള ഒരു മാളാണ്. ഈ ഹയാത്ത് റീജൻസി എന്ന് പറയുന്നത് ദുബായിലെ നമ്പർ 1 ഫേമസ് ലക്ഷറി ഹോട്ടലാണ്. ദുബായിൽ വരുന്ന പല ആക്ടേഴ്സും ഇവിടെ ഒന്ന് താമസിക്കാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സിനിമ തിയേറ്റേഴ്സ്, ഷോപ്പിംഗ് മാൾസ്, ജിമ്മ്, ഹോട്ടൽ റൂംസ്, റെസ്റ്റോറൻറ്റ്, ഡൈനിങ് ഏരിയാസ്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് 1 ഫ്ലോർ മാത്രമേ ചുറ്റി കറങ്ങിയിട്ടുള്ളൂ. കാരണം ഫുൾ ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾ വല്ല അവിടെ കറങ്ങിയിട്ടില്ല. ഞങ്ങൾ പിന്നെ നേരെ വന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ. പക്ഷെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇവിടെ താമസിക്കുന്നവരായിരിക്കും, മേ ബി കൊളീഗ്സ് ആയിട്ട് സംസാരിച്ചിരിക്കണവരുണ്ടായിരുന്നു, കോഫി കുടിച്ചിരിക്കണവരുണ്ടായിരുന്നു, ഈ ഹോട്ടൽ റൂംസിലൊക്കെ നിൽക്കണവരാവും മേ ബി. ഞങ്ങൾ പിന്നെ നേരെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പിന്നെ നേരെ പോയത് വേറൊരു സ്ഥലത്ത് കേട്ടോ. ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ അവിടെ എത്തിയാൽ പിന്നെ തിരിച്ച് പോരാൻ തന്നെ മൈൻഡ് ആക്കൂല. കാരണം നല്ല രസമാണ് അവിടെ ഇങ്ങനെ നിൽക്കാൻ. നമ്മൾ സെൻറ്ററിൽ നിന്നാൽ നമ്മൾ ചുറ്റുഭാഗം ഫുൾ നല്ല ഗ്ലാസിൻ്റെ ബിൽഡിംഗ് ആയിരിക്കും. ആ ബിൽഡിങ്സിൽ ഫുൾ റൂംസ്, ഹോട്ടൽസ്, ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഇതൊരു ഇൻഡോർ പാർക്കാണ്. പക്ഷേ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് നല്ല ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളിതാ ആ പാർക്കിൽ കുറച്ച് നേരം കളിച്ചു. കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുട്ടികളായി, അത്ര തന്നെ. പിന്നെ ഇതാ അവിടെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. നല്ലൊരു സിറ്റിംഗ് ഏരിയ ആയിരുന്നു. ഞങ്ങളിതാ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. ഞങ്ങൾ ഫുൾ ടോക്ക് കുട്ടിക്കാലമായിരുന്നു കേട്ടോ. ആ പാർക്കുമ്പോൾ കളിച്ചതോട് കൂടി ഞങ്ങൾ ഫുൾ കുട്ടിക്കാല സംസാരമായിരുന്നു. പിന്നെ ഞങ്ങളിത് അവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി ജസ്റ്റ് ഡ്രിങ്ക് കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ഞാൻ അത് ഗാലക്സിൻ്റെ ചോക്ലേറ്റിൻ്റെ ഒരു ഡ്രിങ്കാണ് എടുത്തത്. കാക്കൊരു ഐസ് കൊടുത്തു. ഞങ്ങളിത് അതെടുത്തു. റോട്ടിൽ ഒരു ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ഇന്ന് ജസ്റ്റ് ഒന്ന് ചൂടിനും കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ്, ചെറിയൊരു മിനി വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.